ഹായ്, ജോബ് ഫോർ യുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ കീഴിൽ കോസ്റ്റ് ഗാർഡിൽ വരുന്ന ജോലികളും അതിന്റെ വിശദാംശങ്ങളെയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കോസ്റ്റ് ഗാർഡിൽ 140 അസിസ്റ്റന്റ് കമാൻഡിന്റെ ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. ജനറൽ ഡ്യൂട്ടി, ടെക്നിക്കൽ വിഭാഗങ്ങളിലായി ഏകദേശം 140ഓളം ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. കോസ്റ്റ് ഗാർഡ് അഡ്മിഷൻ ടെസ്റ്റ് മുഖേനയാണ് തെരഞ്ഞെടുക്കുന്നത്. ജനറൽ ഡ്യൂട്ടിയിലേക്ക് 110ഉം ടെക്നിക്കലിലേക്ക് 30 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. ശമ്പളം 56,100 രൂപയാണ്. കൂടാതെ മറ്റു അലവൻസുകളും ലഭിക്കും. പ്രായം 2025 ജൂലൈ 1-ന് 21-നും 25-നും ഇടയിലായിരിക്കണം. സംവരണ ഒഴിവുകളിലേക്ക് അതാത് വിഭാഗക്കാർക്ക് ഇളവുണ്ട്. 5 ഘട്ടങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. 1-ാം ഘട്ടത്തിലാണ് CGCATയുടെ ടെസ്റ്റ് ഉണ്ടാവുക. കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ ഈ പരീക്ഷ 2025 ഫെബ്രുവരി 25-നായിരിക്കും ഉണ്ടായിരിക്കുക. രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിലായി പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കും. 100 മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾക്ക് 2 മണിക്കൂറാണ് സമയമുണ്ടാവുക. ഇംഗ്ലീഷ്, റീസണിംഗ് ആൻഡ് ന്യൂമറിക്കൽ എബിലിറ്റി, ജനറൽ സയൻസ് ആൻഡ് മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ നോളജ് എന്നീ 4 വിഷയങ്ങളാണ് ഉണ്ടാവുക. ഓരോ വിഷയത്തിനും 25 ചോദ്യങ്ങളാണ്. 157 സെന്റിമീറ്റർ ഉയരവും 5 സെന്റിമീറ്റർ നെഞ്ചളവും അപേക്ഷകർക്ക് ഉണ്ടായിരിക്കണം. പരീക്ഷാ ഫീസ് 350 രൂപയാണ്. SC/ST വിഭാഗക്കാർക്ക് ഫീസ് ബാധകമല്ല. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2024 ഡിസംബർ 24 ആണ്. 2024 ജൂണിന് ശേഷം എടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഒപ്പും ജനനത്തീയതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും 2 കൈകളിലെയും വിരലടയാളം, തിരിച്ചറിയൽ കാർഡ് തുടങ്ങി നിർദ്ദേശിച്ചിട്ടുള്ള എല്ലാ രേഖകളും ആദ്യഘട്ടത്തിൽ തന്നെ അപ്ലോഡ് ചെയ്യണം. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അപ്ലൈ ചെയ്യാനും joinIndiancoastguard.cdac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലേക്കുള്ള ജോലികളുടെ വിശദാംശങ്ങളാണ് ഇനി പറയുന്നത്. BSFൽ കായിക താരങ്ങൾക്ക് 275 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടി തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ശമ്പളം 29,700 മുതൽ 69,100 വരെയാണ്. യോഗ്യത SSLC വിജയിച്ചവരായിരിക്കണം. പ്രായം 2025 ജനുവരി 1-ന് 18-നും 23-നും ഇടയിൽ ആയിരിക്കണം. ഉയർന്ന പ്രായപരിധിയിൽ SC/ST വിഭാഗക്കാർക്ക് 5 വർഷത്തേക്കും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തേക്കും ഇളവ് ലഭിക്കും. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ അന്തർദേശീയ കായിക മത്സരത്തിൽ മെഡൽ നേടിയിട്ടുള്ളവർക്കും പങ്കാളിത്തമുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. വനിതകൾക്കും SC/ST വിഭാഗക്കാർക്കും ഫീസ് അടയ്ക്കേണ്ടതില്ല. മറ്റുള്ളവർ 147 രൂപ 20 പൈസയാണ് ഫീസ് അടയ്ക്കേണ്ടത്. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഡിസംബർ 30 ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അപ്ലൈ ചെയ്യാനും rectt.bsf.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷയോടൊപ്പം കായിക യോഗ്യത തെളിയിക്കുന്ന രേഖകളും അപ്ലോഡ് ചെയ്യണം.